ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്ന് ഷേരി മീൻ പൊള്ളിച്ചത്. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമാണ് ഈ മീൻ കിട്ടുന്നത്. ഷേരി നന്നായി കഴുകി ഫ്രഷ് ചെയ്ത് അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് നന്നായി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. നല്ല വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് എന്നിട്ട് ഇതിൽ ചേർക്കേണ്ടുന്ന സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും തല്ലി വെളുത്തുള്ളിയും തല്ലിയെടുത്തിട്ട് ഈ കണ്ടോ തല്ലിയെടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ തല്ലിയെടുത്തിട്ട് അതിൽ ചേർക്കാൻ വേണ്ടി മുളക് പൊടി എടുക്കുക, 1.5 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് ഈ വരഞ്ഞ ഷേരി ഇട്ടയ്ക്കുന്ന പാത്രത്തിലോട്ട് ആട്ടി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തല്ലിയത് അതിലിടുക. എന്നിട്ട് അതിലൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൽ മുളക് പൊടി എടുത്തിട്ട് മുളക് പൊടിയിൽ ഉപ്പൊഴിച്ച് നന്നായി അതിനെ പുരട്ടിയെടുക്കുക. നന്നായി കലക്കിയെടുത്തിട്ട് ഈ ഉപ്പൊഴിച്ചിട്ടാണ് നന്നായി കലക്കിയെടുക്കുന്നത്. അതിൽ ആവശ്യത്തിലേറെ ഉപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ എരിക്ക് ആവശ്യമായ ഉപ്പ് അതിൽ ചേർത്തെടുക്കുക. എന്നിട്ട് ഈ ചേർത്തെടുത്ത പേസ്റ്റും കൂടെ ആ ഷേരി മീൻ ഇട്ടേക്കുന്ന ആ സാധനത്തിലൂടെ അതിലൂടെ തന്നെ അങ്ങ് ഇടുക. ഇട്ടിട്ട് നന്നായി പുരട്ടിയെടുക്കണം. ഈ മീനിൽ നന്നായി പിടിച്ച് നന്നായി പുരട്ടിയെടുക്കണം. ഉണ്ടോ? നന്നായി പുരട്ടിയെടുക്കുക. നന്നായി പുരട്ടിയെടുത്ത് പാത്രത്തിലോട്ടെടുത്ത് വയ്ക്കുക. പാത്രത്തിലോട്ടെടുത്ത് ഉപ്പ് കുരുമുളക് എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തിരിക്കുന്ന മീനും അതെല്ലാം എടുത്ത് അത് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നന്നായി പിടിച്ച് ചേർത്തിട്ട് അതിൻ്റെ ഉച്ചകൾ ആ സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ നടുക്കിരിക്കുന്നില്ല ആ ഭാഗത്തേക്ക് നിറയെ ഇത് നന്നായി ഫില്ല് ചെയ്ത് വെച്ച് അതിൽ കുറച്ച് കറിവേപ്പില ഇടുക. നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇടുന്നത്. എന്നിട്ട് ഇതിനെ നന്നായി പിടിച്ച് വെച്ചിട്ടുണ്ട്, നല്ല തേച്ച് വെച്ചിട്ട് ഒരടപ്പെടുത്ത് അടച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് നന്നായി സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ മീൻ പുരട്ടിയ പാത്രത്തിലുണ്ടല്ലോ, പാത്രത്തിൽ ഈ കുറേ സവാള അരിഞ്ഞത്, പച്ചമുളക്, 2-3 ചെറിയ തക്കാളി, പിന്നെ എന്തോന്നാണ് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സിയിലെ ജാറിലൊന്ന് തല്ലിയിട്ട് നന്നായി തല്ലിയിട്ട് ഈ മീൻ പുരട്ടി വെച്ചിരുന്നില്ലേ ആ പാത്രത്തിലോട്ടിട്ട് നന്നായി പുരട്ടി ചേർത്ത് വെച്ചേക്കുക. ഇതിങ്ങനെ ഉപ്പ് ഒഴിച്ച് ചേർത്ത് വെച്ചേക്കുക. നന്നായി പിടിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് വാഴയില എടുക്കുക. വാഴയില ചൂടാക്കി ഈ വാഴയിലയിൽ കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ നമ്മൾ ചേർത്ത് കുഴച്ച് ഈ ഉള്ളിയും സവാളയും എല്ലാം കൂടെ കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നത്, സവാള വെളുത്തുള്ളി എല്ലാം കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നതിന് അത് ആ മുളകും ഒക്കെ പിടിച്ച് ഉപ്പും ഒക്കെ പിടിച്ചിരിപ്പുണ്ട്. അതിനെ എടുത്ത് അതിൽ ആ വാഴയിലക്കകത്ത് ഇട്ടുക. എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന മീനിനെ ആ വാഴയിലക്കകത്ത് എടുത്ത് വെച്ചേക്കുക. അതിൻ്റെ പുറത്തൂടെ വീണ്ടും സവാള എല്ലാം തല്ലി വെച്ചേക്കുന്നില്ലേ അതിനെ വെളുത്തുള്ളി എല്ലാം കൂടെ ആയിട്ട് തല്ലി വെച്ചേക്കണം. അതിന് തന്നെ ഒന്നും കൂടെ അതിൽ ഓർക്കാണ്ടെന്ന് വെച്ചാൽ നമ്മൾ തക്കാളിപ്പഴം അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുളിപ്പും മധുരവും എല്ലാം ഉണ്ട്. ഇതെല്ലാം ചേർന്ന് അതിനെ നന്നായി ഇല കൊണ്ട് നന്നായി മടക്കി നാട്ടിലാണെങ്കിൽ വാഴ നാര് കിട്ടും, ഇവിടെയൊന്നും വാഴ നാര് കിട്ടില്ല. അതുകൊണ്ട് എന്തെന്ന് ചെറിയൊരു നൂലിൽ ചെറിയൊരു തുണിയുടെ കീറിയിട്ട് അതിൻ്റെ ഇത് വെച്ചിട്ടാണ് നന്നായി കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ കെട്ടി നല്ല വരഞ്ഞ് 3 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആവിയിൽ വേവിക്കത്തക്ക വിധത്തിൽ ഈ ഇഡ്ഡലി കുട്ടകത്തിൽ ഇങ്ങനെ ആവി തട്ടിൽ വെച്ചിട്ട് നന്നായി ആവിയിൽ പുഴുങ്ങിയെടുക്കുക. നന്നായി പുഴുങ്ങിയിട്ട് അടപ്പ് തുറന്നു. അപ്പോൾ ഒരു സൈഡ് മാത്രമേ നന്നായി പുഴുങ്ങിയിട്ടുള്ളൂ. അപ്പം മറു സൈഡും കൂടെ നമ്മളെടുത്ത് തിരിച്ചെടുക്കണം. മറു സൈഡും കൂടെ ഇടണം. മറു സൈഡും ഇട്ടിട്ട് നന്നായി അടപ്പെടുത്ത് അടച്ചു വെച്ച് പൊള്ളിക്കാൻ വയ്ക്കുക. പൊള്ളിക്കാനല്ല, നന്നായി പുഴുങ്ങാൻ വയ്ക്കുക. പുഴുങ്ങി അപ്പോൾ ഇതെന്ന് വെച്ചാൽ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ള ആളുകൾക്ക് നല്ലൊരു മീൻ പുരട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എണ്ണ ചേർക്കില്ല, എണ്ണ ചേർക്കാതെയാണ്. എന്നിട്ട് ഈ അടപ്പ്
എടുത്ത് അടച്ചു വെച്ച് നമ്മൾ ആവിയിൽ നന്നായി വേവിച്ചിട്ട് എടുത്തിട്ടൊക്കെയാണ്. അപ്പോൾ ഈ അടപ്പങ്ങ് എടുത്ത് മാറ്റിയിട്ട് നോക്കുമ്പോഴത്തേക്കും നന്നായി വെന്ത് ഈ കൂട്ടെല്ലാം കറിവേപ്പിലയും എല്ലാം കൂടി ചേർന്ന് നന്നായി കൂട്ട് വെന്ത് നല്ല ഇതായിട്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ഒരു തവ ചൂടാക്കുക, തവയ്ക്ക് പുറത്ത് ഇത് എടുത്ത് അടുക്കി വയ്ക്കുക. അടുക്കി വെച്ചിട്ട് ഒരടപ്പ് കൊണ്ട് അടയ്ക്കുക. അടച്ച് നന്നായി പൊള്ളിച്ചെടുക്കുക. ഒരു സൈഡാണ് ഇനി പൊള്ളിച്ചെടുക്കുന്നത്. ഒരു സൈഡ് പൊള്ളിച്ചെടുത്തു, അതിനെ തിരിച്ചിട്ട് അടിഭാഗം പൊള്ളിക്കാൻ അടപ്പെടുത്ത് അടച്ച് വീണ്ടും പൊള്ളിക്കുക. നന്നായി ചൂട് തട്ടി നന്നായി വെന്തെടുക്കും കേട്ടോ. വെന്തെടുത്ത് പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ വാഴയില അങ്ങോട്ട് മാറ്റണം. വാഴയില മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സൂപ്പർ മീൻ പൊള്ളിച്ചത് കിട്ടും കേട്ടോ. സൂപ്പർ മീൻ ഇതാണ്. നല്ല ടേസ്റ്റി മീൻ, നല്ല സൂപ്പറാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, സൂപ്പറാണ്. കഴിക്കാൻ നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ഇത് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് എണ്ണ ചേരാത്ത ഒരു മീനാണ്. എൻ്റെ ഭർത്താവിന് കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ്. ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തൊന്ന് നോക്കുക. നമ്മളെ വീട്ടിലെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത്. മക്കൾ, ഭർത്താവ്, കുടുംബം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ